എന്നിട്ട് വേണം തങ്കി ടീച്ചറോട് പറഞ്ഞു കൊടുക്കാൻ. ആരാണ് മുത്തിന്റെ കൊട എടുത്തത്? പാറു, ഞാനിനി എങ്ങനെ വീട്ടിൽ പോകും പാറു? ചെറിയമ്മ എന്നെ വഴക്ക് പറയും, തല്ലും ഒക്കെ ചെയ്യും. പാറു, എന്താ രണ്ടും കൂടെ അവിടെ നിന്നൊരു ചർച്ച ചെയ്യുന്നത്? എനിക്കിട്ട് വല്ല പണിയും തരാനാവോ? ഡി മുത്തേ, മണിക്കുട്ടി, എന്തോ കള്ള ലക്ഷണമുണ്ട് അവൾക്ക്. എന്താ മണിക്കുട്ടി? ഡി, നിന്നോട് എന്റെ മമ്മി പറഞ്ഞിട്ടില്ലേ അവളുമായി കൂട്ടുകൂടരുതെന്ന്? ഞാൻ കൂട്ടുകൂടിയിട്ടില്ല മണിക്കുട്ടി. ഇവിടെ കണ്ടപ്പോൾ വെറുതെ സംസാരിച്ചേ ഉള്ളൂ. പിന്നെ എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കള്ള ലക്ഷണം? ഞങ്ങൾക്ക് കള്ള ലക്ഷണമൊന്നുമില്ല. അത് മണിക്കുട്ടി അങ്ങനെ ആവുകൊണ്ട് മണിക്കുട്ടിക്ക് തോന്നണതാ. ഡി മുത്തേ, എന്റെ ബാഗ് എടുത്തു കൊണ്ടുവാ. എന്തിനാ മണിക്കുട്ടി, വീട്ടിൽ പോവാണോ? എനിക്കിത്തിരി വെള്ളം കുടിക്കണം. എന്റെ ബാഗിലാണ് ഞാൻ വെള്ളം വെച്ചിരിക്കുന്നേ. ഞാനിപ്പോ എടുത്തിട്ട് വരാം മണിക്കുട്ടി. ഞാൻ അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടാവും, അങ്ങോട്ട് കൊണ്ടുവാ. കേട്ടല്ലോ? കൊണ്ടുവന്നോളാം. എന്താ നിന്റെ ബാഗിൽ നിന്നും നിനക്കെന്താ വെള്ളം എടുത്ത് കുടിച്ചാലേ? അതിനെന്തിനാ നീ മുത്തിനെ വിളിക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, ഞാൻ മുത്തിനോടല്ലേ പറഞ്ഞത്. അവൾക്കത് ബുദ്ധിമുട്ടില്ലല്ലോ, പിന്നെ നിനക്കെന്താ പ്രശ്നം? ഞാൻ ഗ്രൗണ്ടിൽ പോകുന്നു, വെള്ളം എടുത്ത് അങ്ങോട്ട് കൊണ്ടുവാ. പെട്ടെന്ന് വേണം, എനിക്ക് നല്ല ദാഹമുണ്ട്. ഇനി അവിടെ സംസാരിച്ച് നിൽക്കരുത്. ഇല്ല മണിക്കുട്ടി, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവന്നോളാം. കൊണ്ടുവന്ന നിനക്ക് കൊള്ളാം. മുത്തേ, നീ അവളേക്ക് എങ്ങനെ വഷളാക്കുന്നേ? നിനക്ക് പറഞ്ഞൂടായിരുന്നോ വെള്ളം സ്വയം എടുത്ത് കുടിച്ചോളാൻ? വേണ്ട പാറു, വീട്ടിൽ പോയാ ചെറിയമ്മയോട് പറഞ്ഞു കൊടുക്കും അവള്. പിന്നെ എനിക്ക് ചെറിയമ്മയുടെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കും. നീ എന്താ അവളുടെ വേലക്കാരിയോ? അവള് പറയുമ്പോഴേക്കും വെള്ളം എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ? അയ്യോ പാറു, ഞാൻ പെട്ടെന്ന് വെള്ളം കൊണ്ടുപോയി കൊടുക്കട്ടെ. നേരെ വൈകിയാ നമ്മളിവിടെ സംസാരിച്ച് നിന്നെന്ന് അവൾ ചെറിയമ്മയോട് പറഞ്ഞു കൊടുക്കും. ഞാൻ ക്ലാസ്സിൽ കൂടെ ഒന്ന് നോക്കട്ടെ. എന്റെ കൊട. മുത്തേ, എന്നിട്ട് പെട്ടെന്ന് ഗ്രൗണ്ടിൽ വാ. ഇപ്പൊ നമ്മുടെ പേര് വിളിക്കും. ഞാൻ വന്നോളാം പാറു, നീ നടന്നോ. ശിവ, നാളത്തെ സ്പോർട്സ് കോമ്പറ്റീഷനിൽ നീ പങ്കെടുത്തിട്ടില്ലേ? ഉണ്ട്. ശിവ, ശു, അമ്മ, നാണക്കേട്. വലിയ പാത്രത്തിൽ ചോറ് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ചോറ് എടുക്കാതെയല്ലേ നീ വന്നത്? എനിക്കിന്ന് ചോറ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അമ്മ. ഏയ്, അതൊന്നും പറ്റത്തില്ല. ചോറ് കഴിക്കാതിരിക്കാൻ പറ്റൂല. അമ്മ, കുട്ടികളൊക്കെ കാണും. ഇത്രയും വലിയ പാത്രത്തിൽ എനിക്ക് ചോറ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആന്റി വിഷമിക്കണ്ട, ഞാനും ഇന്ന് ഫുഡ് എടുക്കാൻ മറന്നിട്ടാ പോന്നെ വീട്ടിൽ നിന്നും. അത് സാരമില്ല മോനെ. ഇതിന്റെ അടിയിലെ രണ്ട് പാത്രത്തിലും ഞാൻ ചോറ് നിറയെ ആക്കിയിട്ടുണ്ട്. അമ്മ, മോനും കൂടെ ഇതിലൊരു പാത്രത്തിലത്തെ ചോറ് കഴിച്ചേക്ക്. ഹാവോ, നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു പാത്രത്തിലെ ചോറിന്റെ കാര്യം ഞാൻ ഏറ്റു. എന്നാ മക്കൾ കൊണ്ടുപോയി കഴിച്ചോ? എനിക്ക് വേണ്ട അമ്മ, ഞാൻ പിടിക്കൂല. കുട്ടികൾ കണ്ട കളിയാക്കും. ശിവ, അമ്മ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ, ഇങ്ങത്താ, ഞാൻ പിടിച്ചേക്കാം. കണ്ടോ, നല്ല മോൻ. അവനറിയാ അമ്മയുടെ സങ്കടം. ശിവ, ഇങ്ങ് തന്നോ? വേണ്ട, ഞാൻ തന്നെ പിടിച്ചോളാം. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഇവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാന്ന്. ശിവ, എല്ലാം നേരത്തെ ആയതാ, പിന്നെന്താ കൊണ്ടുവന്ന് തരുന്നതിന്? അമ്മ, ഇത്രയും വലിയ പാത്രത്തില് ചോറ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നെ കുട്ടികളൊക്കെ ഇന്ന് കളിയാക്കി കൊല്ലും. എന്നാരാ കളിയാക്കുന്ന വെച്ചാ അവരുടെ പേരിങ്ങോട്ട് പറ, ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുത്തോളാം. പിന്നെ എന്നിട്ട് വേണം എന്നെ അതിനും കളിയാക്കാൻ. ഞാനെന്താ LKG കുട്ടിയല്ലേ? അമ്മ പേടിക്കണ്ട അമ്മ, അമ്മ പോയിക്കോ. ഈ ചോറിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. നോക്കടി, ഞാനും കണ്ടു. ശിവ, നിനക്ക് ചെറിയ പാത്രത്തിലൊന്നും ചോറ് തികയില്ലേ? ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. അവള് പിണങ്ങി പോയടി. ദാ നോക്ക്, അവനും പോണോ? ഇനി അടുത്തതായി മത്സരിക്കുന്ന കുട്ടി ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ. ടീച്ചർ, ഇനി അടുത്ത ഞാനാ. നീയാണെങ്കിൽ അവിടെയാണോ നിൽക്കുന്നേ? ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ. പാറു, ഞാനിനി എങ്ങനെ വീട്ടിൽ പോവുമെന്ന്? സുൽഫിക്കേ, അത് ആരാവും ഇവളുടെ കൊട മോഷ്ടിച്ചത്? സംശയം